ഇന്ന് നമുക്ക് ചില്ലി ഗോബി അല്ലെങ്കിൽ കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചെരുവത്തിൽ വെള്ളം എടുത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് അടർത്തി വൃത്തിയാക്കി അതിലെന്തെങ്കിലും പുഴുക്കളോ മറ്റ് പ്രാണികളോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കഴുകി വാരിയെടുത്തിട്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് വെക്കണം. ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് ആ തിളച്ച വെള്ളത്തിൽ അതൊന്ന് ഇരിക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. കുക്കാകില്ല എങ്കിലും ഒന്ന് സോഫ്റ്റായി വരും. അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനതൊന്നും കൂടെ വാഷ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ്. ഇനി അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കണം. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർക്കണം. ഉപ്പ് അതുകൊണ്ട് 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഈ സോസിലും അല്പം ഉപ്പുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അല്പം വെള്ളം ഒഴിച്ച് ഒരു ബാറ്ററാക്കി എടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അധികം ലൂസായി പോകാതെ എടുക്കണം. ഇനി നമ്മൾ ആ ക്ലീൻ ചെയ്ത് വെച്ച കോളിഫ്ലവർ അതിലേക്ക് അല്പം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലൊന്നും എടുക്കുന്നില്ല. എണ്ണ ചൂടാക്കി ആ കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഒരല്പം അകത്തി ഇടണം. ആ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണം. അത് കരിഞ്ഞു പോകാതെ തിരിച്ചു മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1-2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചാലും സാരമില്ല. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മസാല തയ്യാറാക്കാം നമുക്ക്. അതിനുവേണ്ടി ഒരു 3 വലിയ സവാള സ്ക്വയർ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ക്യാപ്സിക്കും 5-8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പാനിൽ എണ്ണ ചൂടാക്കി ആ വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ സവാള ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് വെന്ത് പോകരുത്. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ പോകും. സവാളയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച ക്യാപ്സിക്കും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ സോയ സോസ് ചേർക്കുന്നുണ്ട്. അതിൽ ഉപ്പുള്ളതാണ്. ക്യാപ്സിക്കവും വെന്ത് പോകരുത്. 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ആ മസാലയൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ പാനിലത് എല്ലാം കൂടെ കൊള്ളില്ല, അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കണം. ഒന്ന് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഈ സവോളയും ക്യാപ്സിക്കും ഒക്കെ കുക്കായിപ്പോവും. അതിൻ്റെ കളറും ടേസ്റ്റും ഒക്കെ മാറിപ്പോവും. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചത് നമുക്ക് ഒന്ന് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ കലക്കി ചേർക്കുന്നത്. ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ അതിലേക്കിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കോളിഫ്ലവർ ഒരിക്കലും ഇതിൽ കിടന്ന് വെന്ത് പോകാൻ ഇടവരരുത്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. പക്ഷേ ഇത് ചൂടോടെ മാത്രമേ കഴിക്കാൻ കൊള്ളുള്ളൂ.
പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം. താങ്ക് യു.